ഇത് ദൈവം ഒരുക്കിയ ദിവസമാണ്. നമുക്കിന്ന് സന്തോഷിച്ചാനന്ദിക്കാം. കോട്ടയം സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവ് ദൈവദാസൻ ഭൂതത്തിൽ തുമ്മിയച്ചിൻ്റെ 100 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച സെന്റ് തോമസ് അസൈലത്തിൻ്റെ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവേ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന കോട്ടയം MP അഡ്വക്കേറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ് സാർ, സോവിനിയർ പ്രകാശനം ചെയ്യുന്ന ശ്രീ തോമസ് ചാഴികാടൻ സാർ ex-MP, നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപ്, ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത വികാരി ജനറലും ക്നാനായ റീജിയൻ ഡയറക്ടറുമായ പെരിയ ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ച, കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി പെരിയ ബഹുമാനപ്പെട്ട സാബു മാലിത്തുരുത്തലച്ച, പുസ്തക പ്രകാശനം ചെയ്യുന്ന KSMDFS അതിൻ്റെ ചെയർമാൻ ശ്രീ സ്റ്റീഫൻ ജോർജ് ex-MLA അവറുകൾ, SVM കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറലും ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠത്തിയുമായ സിസ്റ്റർ ഇമ്മാക്കുലേറ്റ്, ചലച്ചിത്ര പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ബഹുമാനപ്പെട്ട കോട്ടയം അതിരൂപത വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട തോമസ് ആനിമുട്ടിലച്ച, ദീപിക മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ച, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, വിവിധ സമൂഹങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന സുപ്പീരിയർ ജനറൽസ്, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങളെ, തൊമ്മിയച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു മധ്യാഹ്നത്തിലാണ് നാമൊക്കെ ആയിരിക്കുക. കാരണം നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ദൈവത്തിന് തന്നെ നിത്യമായി സമർപ്പിച്ച 3 സഹോദരിമാർ, ഒപ്പം ശതാബ്ദി നിറവിലായിരിക്കുന്ന അസൈലം കുടുംബാംഗങ്ങൾക്ക് ജൂബിലി. ഇതിൻ്റെ രണ്ടിൻ്റെയും മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഈ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. തിരുസഭയ്ക്ക് ഉണർവ് പകർന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ രൂപപ്പെടുന്നതിന് മുൻപേ, എന്തിന് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കും മുൻപേ തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ എളിയവരായ മക്കൾക്ക് വേണ്ടി അഭയമൊരുക്കുവാൻ ദൈവമയച്ച ആധ്യാത്മിക യോഗിയും കർമ്മധീരനും ക്രാന്തദർശിയുമായിരുന്നു കോട്ടയം രൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന സെന്റ് തോമസ് അസൈലത്തിൻ്റെയും സെന്റ് ജോസഫ് സമൂഹത്തിൻ്റെയും സ്ഥാപക പിതാവ് ദൈവദാസൻ ഭൂതത്തിൽ തുമ്മിയച്ചൻ. അതിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ചരിത്രം നാം ഏവരും കേട്ടുകഴിഞ്ഞു. എങ്കിലും ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരൊപ്പുവാൻ ദൈവം മോശയെ അയച്ചതുപോലെ ദൈവജനത്തിൻ്റെ കണ്ണീരൊപ്പുവാൻ ദൈവം അയച്ച പ്രവാചകനായിരുന്നു ദൈവദാസൻ ഭൂതത്തിൽ തുമ്മിയച്ചൻ. അച്ഛൻ കൈപ്പുഴ പള്ളി വികാരിയായിരിക്കുമ്പോൾ വികലാംഗയായി തൻ്റെ മകൾക്ക് അഭയം തേടിയെത്തിയ പിതാവ് ബഹുമാനപ്പെട്ട അച്ഛനെ സമീപിച്ച് തൻ്റെ വേദനയും നിസ്സഹായതയും പങ്കുവെച്ചു. അവരുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ അച്ഛനെ ഏറെ വേദനിപ്പിച്ചു. അവരെ സാന്ത്വനപ്പെടുത്തി അയച്ചതിനു ശേഷം അവരുടെ വേദനയും കണ്ണുനീരുമായി അൾത്താരയ്ക്ക് മുൻപിലെത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനാ നിമഗ്നനായിരുന്നു. അവിടെ നിന്നും ലഭിച്ച തിരുവചനമായിരുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പിന്നീടുള്ള അച്ഛൻ്റെ ജീവിതം ആ വചനത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു. 100 വർഷങ്ങൾക്കപ്പുറം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ഭിന്നശേഷിക്കാരായവരെ, അംഗപരിമിതിയുള്ളവരെ, ബുദ്ധിപരിമിതിയുള്ളവരെ സമൂഹം മാറ്റി നിർത്തിയപ്പോൾ അവരുടെ സംരക്ഷണം
ആ കാലഘട്ടത്തിൽ ഒരാവശ്യമാണെന്ന് മനസ്സിലാക്കി ഏറെ വെല്ലുവിളികൾക്കിടയിലും സാന്ത്വനം നൽകുവാൻ നട്ടുവളർത്തിയ തണൽ വൃക്ഷമാണ് 1925 സ്ഥാപിതമായ സെൻറ് തോമസ് അസൈലം. തകർന്ന മനസ്സും ശരീരവുമായി ഇവിടേക്ക് ചേക്കേറിയ 200-ലധികം പെൺമക്കൾക്ക് ആശ്രയമാകുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അനുസ്മരിക്കുന്നു. ഈ തണൽ വൃക്ഷത്തിൻ്റെ വേരായി, തണ്ടായി, ശാഖയായി നിലകൊള്ളുവാൻ 1928 സെൻറ് ജോസഫ് സമൂഹം സ്ഥാപിച്ചു. ആടുകളുടെ മണമുള്ള ഇടയനാകണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച് കടന്നുപോയ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ, നദി ഒരിക്കലും അതിൻ്റെ വെള്ളം കുടിക്കുന്നില്ല, മരം ഒരിക്കലും അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നില്ല, പുഷ്പം ഒരിക്കലും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ വാക്കുകൾ അന്വർത്ഥമാക്കി 100 വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ച സെൻറ് തോമസ് അസൈലത്തിൻ്റെ തുടർച്ചയായി ബാലികാ ഭവനങ്ങൾ, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭിന്നശേഷിയുള്ള സ്ത്രീകൾക്കായുള്ള സെൻ്ററുകൾ, മരണാസന്നരായിട്ടുള്ള നാനാജാതി മതസ്ഥരായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഹോസ്പീസ്, HIV AIDS ബാധിതർക്കുള്ള സംരക്ഷണ ഭവനം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും പുറത്തും കോട്ടയം അതിരൂപതയിൽ ആതുര ശുശ്രൂഷാർത്ഥം ആദ്യമായി രൂപം കൊണ്ട സെൻറ് ജോസഫ് സമൂഹം ഇന്ന് നടത്തിവരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം സെൻറ് തോമസ് അസൈലത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി റിപ്പോർട്ടിൽ കണ്ടതുപോലെ അസൈലാംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാത്രമല്ല, കുടുംബങ്ങളിൽ കഴിയുന്ന ഭിന്നശേഷിക്കാരായ മക്കളെയും ആദരിക്കുന്നതിനും അവരെ അസൈലം കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിനും വിപുലമായ കാര്യപരിപാടികൾ സമയബന്ധിതമായി നടത്തി വരികയായിരുന്നു. ഈ സ്ഥാപനത്തിലൂടെ ശാരീരിക വൈകല്യമുള്ള കുറേ കുട്ടികൾക്ക് പ്രിൻറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തി അവരെയും ഗവൺമെൻറ് ജോലിക്കാരായി കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ സന്നിമിഷം നന്ദിയോടെ സ്മരിക്കുന്നു. ചരിത്രത്തിൽ ഇടം തേടേണ്ട ഈ സമാപന സമ്മേളനത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ദിശാനിർദ്ദേശം നൽകുമെന്ന് ഉറപ്പുണ്ട്. ഈ മഹത്തായ യാത്രയിൽ പങ്കാളികളായ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്കും ചെയ്തവർക്കും പലതരത്തിൽ സഹായഹസ്തങ്ങൾ നീട്ടിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഭാവിയിൽ കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിവിധ പരിമിതികളുള്ളവരെ കണ്ടെത്തി അവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കുവാനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും സമത്വം ഉറപ്പാക്കുവാനും കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ഈ ആഘോഷങ്ങൾക്കെല്ലാം ജീവനും പ്രചോദനവും നൽകിയ എല്ലാ സംഘാടകർക്കും, ഇതിൻ്റെ കൺവീനർ സിസ്റ്റർ സൗമ്യയ്ക്കും, മറ്റെല്ലാ കൗൺസിലേഴ്സിനും, അസൈലം ഡയറക്ടർ സിസ്റ്റർ ഫ്രാൻസിക്കും, സുപ്പീരിയർ സിസ്റ്റർ റൂബിക്കും, വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അനേകരുടെ പിന്തുണയോടെയാണ് ഈ ദൗത്യം ഇത്ര വിജയകരമായി മുന്നോട്ട് പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് ദൈവത്തിൻ്റെ കരുതലും മാനവികതയുടെ സ്പർശവും നെഞ്ചിലേറ്റി സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടു പോയവർക്ക് പരിചരണവും സംരക്ഷണവുമേകുവാൻ ഉൾവിളിയുണ്ടായിരുന്ന സ്ഥാപകപിതാവ് ദൈവദാസൻ തുമ്മിയച്ചനെ കുറിച്ച് മിഴികളടച്ച് ധ്യാനിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യം കർത്താവിൻ്റെ മലയിലെ പ്രസംഗമാണ്. ഒരു മനുഷ്യൻ പാലിക്കേണ്ട ധാർമ്മിക ജീവിതത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഉപദേശങ്ങളൊക്കെയും അച്ഛനിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം കരുണയുള്ളവനായിരുന്നു, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ചവനായിരുന്നു, അപമാനങ്ങൾ ഏറ്റവനായിരുന്നു. 100 വർഷങ്ങളുടെ ഈ ദീർഘകാല യാത്ര നിരവധി പ്രചോദനാത്മകമായ ഒരു ചരിത്രമാവുകയും അനേകം പേരുടെ സ്വപ്നങ്ങൾ നൂറുമേനിയായി പൂവണിയുന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കുന്നു.
നമുക്കൊരുമിച്ച് കൂടുതൽ സ്നേഹവും സാന്ത്വനവും കരുണയും സംരക്ഷണവും നൽകാം. കരുണാമസൃണമായ സേവനങ്ങൾ തുടരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടും സ്ഥാപക പിതാവ് ദൈവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ്റെ മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ MP ഫ്രാൻസിസ് ജോർജ്, ഇവിടെ സ്മരണിക പ്രകാശനം നടത്തുന്ന മുൻ MP ശ്രീ തോമസ് ചാഴികാടൻ, പുസ്തക പ്രകാശനം നടത്തുന്ന മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജ്, ഈ ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത് വളരെയേറെ ക്രിയാത്മകമായി പ്രവർത്തനങ്ങൾ നടത്താൻ നേതൃത്വം കൊടുത്ത ഡോക്ടർ സിസ്റ്റർ ഗ്രേസി, സിസ്റ്റർ സൗമി, സിസ്റ്റർ ഫ്രാൻസി, അവരുടെ കൂടെയുള്ള മറ്റ് സഹോദരിമാരെ, ആശംസ അർപ്പിക്കുന്ന നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപ്, ബഹുമാനപ്പെട്ട സാബു മാലിതുരുത്തേൽ അച്ഛ, ഗാനാലാപനം നടത്തുന്ന ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരന്മാരെ, ശതാബ്ദി പൂർത്തിയാക്കുന്ന സെൻറ് തോമസ് അസൈലത്തിൻ്റെ കഴിഞ്ഞ 100 വർഷങ്ങളെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ ശതാബ്ദി വർഷം ഏറെ അർത്ഥപൂർണമായി ആചരിക്കുവാനായിട്ട് കോൺഗ്രിഗേഷൻ നേതൃത്വത്തിൽ പരിശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ നല്ല നിറമുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിലൂടെ നമുക്ക് കുറേയെല്ലാം ഗ്രഹിക്കുവാൻ സാധിക്കുകയും ചെയ്തു. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അസൈലം ഒരു വലിയ അത്ഭുതമായിട്ട് നിലനിൽക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്രകാരമുള്ള അനേകം ഭവനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിതിനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം 100 വർഷം മുൻപ് ഇപ്രകാരമുള്ള ഒരു ചിന്തയും അതിനായിട്ടുള്ള ഒരു സമർപ്പണവും അത് പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ത്യാഗവുമൊക്കെ ഏറ്റെടുത്ത ദൈവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ്റെ മനസ്സിൽ ദൈവം കൊളുത്തിയ ദീപത്തിൻ്റെ ശക്തി എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുക എളുപ്പമല്ല. അന്ന് വികലാംഗരെന്നറിയപ്പെട്ടിരുന്ന ആളുകൾ വീടുകളുടെ പിന്നാമ്പുറങ്ങളിലും അടഞ്ഞ മുറികളിലുമൊക്കെ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരും നമ്മെപ്പോലെ തന്നെ മനുഷ്യരാണെന്നും മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശങ്ങളുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവിതം സന്തോഷ നിർഭരമാക്കുവാനും ബഹുമാനപ്പെട്ട പൂതത്തിൽ തോമസ് അച്ഛൻ ചെയ്ത ആ പ്രവർത്തനങ്ങൾ എത്രയോ വലുതായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ നമുക്ക് ഓർമ്മിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ഇങ്ങനെയുള്ള ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകളെ വിളിക്കുന്നത് ദിവ്യാംഗൻ എന്നാണ്. കാരണം അത്രമാത്രം ഈ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ 100 വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ 100 വർഷങ്ങൾക്ക് മുൻപുള്ള സ്ഥിതിയോട് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ അമൂല്യത മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളാരും ദുഃഖിക്കേണ്ട. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ കാണാൻ കണ്ണു തുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കണ്ടാൽ അതിന് പ്രതികരിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അങ്ങനെ എന്നും നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ ആവശ്യങ്ങളുടെ നേരെ തുറന്ന കണ്ണോടെ നോക്കിക്കാണുവാനും അവയെ പരിഹരിച്ചുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം കൊടുക്കുവാനുമുള്ള ഒരു വലിയ ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദൈവദാസൻ തൊമ്മിയച്ചൻ ഈ അന്നുണ്ടായിരുന്ന വികലാംഗരായ സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിച്ച ഈ ഭവനം അത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അതും അതിനോട് സാദൃശ്യമുള്ള മറ്റ് പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സമൂഹത്തിന് ജന്മം നൽകിയതാണല്ലോ സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമൂഹത്തെയും അസൈലത്തെയും അതോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കാലാനുസൃതമായിട്ട് വേണ്ടി വരുന്ന മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാനായിട്ട് ദേവദാസൻ തൊമ്മേച്ചൻ തുടങ്ങി വെച്ച ആ സമൂഹവും തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ സെൻറ് ജോസഫ് കോൺഗ്രിഗേഷൻ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് നടത്തുന്ന ക്യാൻസർ ഹോസ്പീസ്
വളരെയേറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനമാണ്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യര് അവരെ വാരിയെടുത്ത് അവർക്ക് സ്നേഹം കൊടുത്ത് അവർക്ക് ശുശ്രൂഷ കൊടുത്ത് അവരുടെ അന്ത്യകാലം ദൈവാനുഗ്രഹപ്രദമാക്കുവാനായിട്ട് സന്തോഷപ്രദമാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ എയ്ഡ്സിന്റെ കടന്നുവരവോടുകൂടി പലരും പല വിധത്തിലും അകറ്റി നിർത്താൻ പരിശ്രമിച്ചവരെ സ്നേഹപൂർവ്വം ചേർത്തു നിർത്തി അവർക്ക് ആശ്വാസം പകരുവാനായിട്ട് നടത്തുന്ന ആ ഒരു സ്ഥാപനം. ഇങ്ങനെ തൊമ്മിയച്ഛൻ്റെ ആ ഒരു ചൈതന്യം സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലേക്ക് ഊർന്നിറങ്ങിയിട്ട് ഓരോ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പ്രിയമുള്ളവരെ ഇതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത്? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരും സഹോദരങ്ങൾ ഫ്രത്തേലി തൂത്തി എന്നുള്ള ആ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കാണുന്നത് എന്താണ്? നല്ല സമറായക്കാരൻ്റെ ഉപമയാണ്, നമുക്കെല്ലാം അറിയാവുന്ന ഉപമയാണ്. അവിടെ വ്യത്യസ്തരായ ആളുകളെ കാണുന്നുണ്ട് നമ്മൾ. കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട സഞ്ചാരി, അയാൾ വഴിയിൽ വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ആക്രമിക്കപ്പെട്ട് എല്ലാം കൊള്ളയടിക്കപ്പെട്ട് വഴിയിൽ വീണ് കിടക്കുന്ന സഞ്ചാരി. കൊള്ളക്കാരിവിടെ കടന്നു പോയിട്ടുണ്ട്, അവരെ കാണുന്നില്ല. അതിനുശേഷം ആ വഴി വരുന്ന 2 പേരുണ്ട്, ഒരു പുരോഹിതനും ഒരു ലേവായനും. അവർ 2 പേരും വന്ന് അതിൽ കടന്നു പോകുന്നുണ്ട്. ഇയാളെ കണ്ടോ, കണ്ടിട്ട് കാണാതെ പോയതാണോ, ശ്രദ്ധിക്കാതെ പോയതാണോ എന്നുള്ളതെല്ലാം ചോദ്യങ്ങളാണ്. പക്ഷേ അവർ കടന്നുപോയി എന്നുള്ളതാണ് ക്രിസ്തു പറയുന്ന ഒരു കാര്യം. എന്നാൽ പിന്നീട് വരുന്ന സമറായക്കാരൻ, അയാൾ വന്നു, ഇവിടെ നിന്നു, കണ്ടു, ആ രോഗിയെ അയാൾ ഇറങ്ങി ശുശ്രൂഷിച്ചു, തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കി. ആ സത്രക്കാരനോട് പറഞ്ഞു ഇവന് ആവശ്യമുള്ള ശുശ്രൂഷ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക? പലപ്പോഴും നല്ല സമറായനാകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ പല അവസരങ്ങളിലും അങ്ങനെയാകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം ഇന്ന് ശതാബ്ദി ആഘോഷിക്കുന്ന ഈ ഒരു അസൈലം. മറ്റാരും ശ്രദ്ധിക്കാതെ ആരാലും പരിഗണിക്കപ്പെടാതെ മാഞ്ഞു പോകാമായിരുന്ന കുറേ ആളുകൾക്ക് അവരുടെ ജീവിതം മനുഷ്യോചിതമാക്കുവാനായിട്ട് ധൈര്യപൂർവ്വം പുറപ്പെട്ട ദേവദാസൻ തൊമ്മിയച്ഛൻ്റെ ആ പ്രവർത്തനം നമുക്കെല്ലാവർക്കും നമ്മുടേതായ സാഹചര്യങ്ങളിൽ എപ്രകാരം പ്രാവർത്തികമാക്കാം എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ ഈ ശതാബ്ദി ആഘോഷം വളരെ അർത്ഥപൂർണമായി തീരും. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ചിലരെ നമ്മൾ കാണാറില്ല, ചിലരെ നമ്മൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. ചിലരെ സംബന്ധിച്ചോളം അത് എൻ്റെ ജോലിയല്ല എന്ന് വിചാരിച്ച് കടന്നു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കർത്താവ് കായനോട് ചോദിച്ച ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ? എന്താണ് നമ്മുടെ ഉത്തരം? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നുള്ളതായിരുന്നു കായൻ കൊടുത്ത ഉത്തരം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമാണ് എന്നുള്ളതാണ് നല്ല സമറായം നൽകുന്ന ഉത്തരം. ഈ 2 ഉത്തരങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തെ കൂടി ചേർത്ത് നിർത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഈ ഒരു വലിയ നന്മയിൽ പങ്കുചേരാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ അസൈൽ വഴിയായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതി, ഇവിടുത്തെ അന്തേവാസികളുടെ ഇടയിൽ കാണുന്ന ഒരു വലിയ സന്തോഷവും ഒരു സ്നേഹവുമാണ്. അതൊരു പക്ഷേ അവർക്ക് ലഭിക്കുന്ന ഈ സാഹോദര്യത്തിൻ്റെ ഫലമായിരിക്കാം. എങ്കിലും വളരെ പ്രത്യേകമായിട്ട് അത് ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അസിസ്റ്റേഷനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്കതേക്കുറിച്ച് വളരെ അഭിമാനമാണ് ഉള്ളത്. ഇവിടെ താമസിക്കുന്നവർ നമ്മൾ നോക്കുമ്പോൾ ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും ഉള്ളവരായിരിക്കാം. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷവും സ്നേഹവും വളരെ വളരെ വലുതാണ്. അങ്ങനെ അവരുടെ ജീവിതങ്ങളെ സന്തോഷനിർഭരമാക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു വലിയ ദൈവകൃപയാണ്. ആ ദൈവകൃപയിൽ ഈ സെന്റ് ജോസഫ് സമൂഹവും ഇനിയും മുന്നോട്ട് വളരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത്. ശതാബ്ദി വർഷത്തിൽ അസൈലത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ അതിനുശേഷം 3 വർഷങ്ങൾ കഴിഞ്ഞ് ദേവദാസൻ തൊമ്മിയച്ഛൻ സ്ഥാപിച്ച ഈ സമൂഹവും ആ അസൈലത്തിൻ്റെ വഴിയിലൂടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ലോകത്തിൽ നന്മയും സന്തോഷവും വാരി വിതറി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമനുസരിച്ച് വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും കണ്ടെത്തുവാനും
അവർക്ക് സാധിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനും അങ്ങനെ അവരുടെ ജീവിതങ്ങളിലേക്കും വെളിച്ചം വീശുവാനും സാധിക്കുന്ന മനുഷ്യ ജന്മങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായിട്ടുള്ളത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നുള്ള ആ വാക്കുകൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെയൊക്കെ മനസ്സ് ഉണ്ടാകേണ്ടതാണ്, നിലനിർത്തേണ്ടതാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അർത്ഥപൂർണമാകുന്നത്. എൻ്റെ ശുശ്രൂഷ ആവശ്യമുള്ള ഏത് വ്യക്തിക്കും അത് നൽകുവാനുള്ള ഒരു ആഗ്രഹവും അതിനായുള്ള ഒരു പരിശ്രമവും നമുക്കുണ്ടാകണം. ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള പരിശ്രമം നടന്നില്ലെങ്കിൽ ആ ആഗ്രഹം വെറും സ്വപ്നമായി അവശേഷിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ആ ഒരു നന്മ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നന്മയുടെ പ്രചാരകരാകുവാൻ, വെളിച്ചമാകുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസം സെന്റ് ജോസഫ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ദിവസത്തിൽ 3 സിസ്റ്റേഴ്സ് സെന്റ് ജോസഫ് സമൂഹത്തിലേക്ക് പൂർണ്ണമായ നിത്യവ്രതം ചെയ്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സഹോദരികൾ. ആ സഹോദരികളെയും അവരുടെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം ശ്ലാഘിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള സമർപ്പണത്തിലൂടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരുപക്ഷെ അധികമാരും വിളിച്ചു പറയുന്നുണ്ടാവില്ല. ഒരുപക്ഷെ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നത് ഇതിനെയൊക്കെ താറടിക്കുവാനുള്ള, മോശമാക്കാനുള്ള പരിശ്രമങ്ങളാകാം. പക്ഷെ എങ്കിലും സത്യത്തിന്റെ മുഖം എക്കാലത്തും മറച്ചു വയ്ക്കുക സാധ്യമല്ല. എത്ര കാർമേഘം പരിശ്രമിച്ചാലും സൂര്യനെ നിത്യമായി മൂടിവയ്ക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ശുശ്രൂഷയുടെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് ഈ സമൂഹത്തിന്റെ ഈ ദൃശ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച 3 സിസ്റ്റേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. പ്രിയമക്കളെ, നിങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിലെ ജീവിതത്തിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആ ഒരു വലിയ ദൈവിക ശക്തി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ശതാബ്ദി ആഘോഷിക്കുന്ന അസ്വൈലത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് അസ്വൈലത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ സെന്റ് ജോസഫ് സമൂഹത്തിനും ഇവിടെ ഇതിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ദൈവം വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ വാർത്തിച്ചു. പിതാവേ, വേദിയിലുള്ള SJ സിസ്റ്റേഴ്സിൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ സിസ്റ്റർ ഗ്രേസി SJC, ജനറൽ കൺവീനർ റവറൻഡ് സിസ്റ്റർ സൗമി SJC, സുപ്പീരിയർ ജനറൽ റവർ മദർ അനിത SJC, ഏറെ പ്രിയങ്കരനായ ശ്രീ തോമസ് ചാഴികാടൻ ex-MP, പ്രിയപ്പെട്ട സഹോദരി ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ഇവിടെ വേദിയിലുള്ള നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ VK പ്രദീപ്, പ്രിയപ്പെട്ട ശ്രീ സ്റ്റീഫൻ ജോർജ് ex-MLA, ഏറെ ആദരണീയനായ ഫാദർ തോമസ് വളവനാൽ, അതുപോലെ ഏറെ പ്രിയപ്പെട്ട ആദരണീയനായ ബഹുമാനപ്പെട്ട ഫാദർ സാബു മാലിത്തുരുത്തിൽ, നമ്മളുടെ ഇവിടുത്തെ വികാരിയച്ഛൻ, ഇവിടെ സദസ്സിൽ ബഹുമാനപ്പെട്ട മൈക്കൽ വെട്ടിക്കാടച്ചൻ ഉൾപ്പെടെ ഒട്ടേറെ വൈദികരുണ്ട്. ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, പ്രിയമുള്ള അന്തേവാസികളെ, സുഹൃത്തുക്കളെ, സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ ആഭിമുഖ്യത്തിൽ 100 വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട പാകിസ്ഥാനാർഹനായ തൊമ്മിയച്ഛൻ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 100 വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ, ത്യാഗോജ്ജലമായിട്ടുള്ള സേവനത്തിൻ്റെ ആ ഒരു പാതയിൽ 100 വർഷം പിന്നിടുമ്പോൾ നമ്മളെല്ലാവരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനസംഖ്യയിൽ 2% 2.3% എന്നാണ് പറയുന്നത്.
ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളുണ്ട്. ഗവൺമെൻറ് ഒട്ടേറെ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി. പ്രത്യേകിച്ച് RPWD ആക്ട് ഒരു നിയമം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ നൽകേണ്ട ആവശ്യകത, അതുപോലെ സാമൂഹികമായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകമായ നിയമനിർമ്മാണം തന്നെയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മളുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഏജൻസികളോ മാത്രം വിചാരിച്ചാൽ അതിനൊരു പരിഹാരം പൂർണ്ണമായിട്ടുണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഇതുപോലുള്ള സേവന സന്നദ്ധരായിട്ടുള്ള സഹോദരങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ സന്യാസ സമൂഹങ്ങൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന വലിയ ഒരു സേവനത്തെക്കുറിച്ച് നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇതുപോലുള്ള കുട്ടികളുടെ ഒരു സ്പോർട്സ് മീറ്റിനെ പോവുകയുണ്ടായി. എത്ര ബുദ്ധിമുട്ടിയാണ് സിസ്റ്റേഴ്സ് അവരെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കുട്ടികൾ സ്വാഭാവികമായും മാതാപിതാക്കളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും, ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ശ്രദ്ധിക്കാനോ നിറവേറ്റാനോ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞു എന്ന് വരില്ല. അവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന സേവനം, വിവിധ സന്യാസ സമൂഹങ്ങൾ, നമ്മുടെ സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ പോലെ വിവിധ സമൂഹങ്ങൾ ഇതുപോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി വളരെ സുദൃഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി മാത്രമേ അത് കാണാനും അതിനോട് സഹകരിക്കാനും എല്ലാമുള്ള ഒരു മനസ്സോടു കൂടി തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല, സമയം കുറെ വൈകിട്ടുണ്ട്. ഒട്ടേറെ പേർ ഇനിയും സംസാരിക്കാനുണ്ട്. ഈ അവസരത്തിൽ 100 വർഷം അങ്ങേയറ്റം ത്യാഗോജ്ജലമായ ദൈവസ്നേഹത്തിൽ പ്രേരിതരായി സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൽ ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടു പോയേക്കാമായിരുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഈ സേവനം, അത് ഈ അവസരത്തിൽ നമ്മൾ വളരെ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടിയിരിക്കുന്നു. അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒട്ടേറെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ള നിലയിലായി. ഒട്ടേറെ കഴിവുകളുള്ളവരാണ് ഈ സഹോദരങ്ങൾ. അപ്പോൾ നമ്മളുടെ തന്നെ ഈ വേദിയിൽ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി വളരെ അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരി, ഒരു ഗായികയാണ്. അങ്ങനെ കഴിവുള്ള ഈ ഭവനത്തിൽ തന്നെ വളരെ മനോഹരമായി പാടുന്ന ഒരു സഹോദരിയുണ്ട്. ഞാനിവിടെ നേരത്തെ 1-2 വട്ടം വന്നപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ വളരെ മനോഹരമായി സിസ്റ്റേഴ്സ് വിളിച്ച ഉടൻ തന്നെ ഓടി വന്ന് പാടിയത്, വളരെ മനോഹരമായി പാടിയത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ, ആ കഴിവുകൾ പരിപോഷിപ്പിക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും എല്ലാമുള്ള ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ആദരവ് അർഹിക്കുന്നു, അഭിനന്ദനം അർഹിക്കുന്നു, നന്ദി അർഹിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ ആദരണീയരായ സിസ്റ്റേഴ്സ് ഒട്ടേറെ പേരുണ്ട്. ഞാനിവിടെ വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റർ ഫ്രാൻസിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി അതിനെല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇപ്പോൾ 3 പേര് പിതാവിടെ എടുത്ത് പറഞ്ഞതുപോലെ 3 സഹോദരിമാർ ഈ സന്യാസ സമൂഹത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ സേവനത്തിൻ്റെ ആ പാതയിലേക്ക് വരുവാനുള്ള നല്ല മനസ്സ് തീർച്ചയായിട്ടും അത് നമ്മൾ ഏറെ വിലമതിക്കേണ്ടതാണ്. എല്ലാ ദൈവാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ലത്, ഇതുപോലുള്ള പല സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം അതൊരുക്കിയത് എടുത്തു പറയേണ്ടത് കൂടിയാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള നല്ല അന്തരീക്ഷത്തിൽ ഈ സഹോദരങ്ങൾക്ക് വളരാനും ജീവിക്കാനും അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാൻ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവർക്ക് എപ്പോഴും മാനസികമായിട്ട് ഉല്ലാസത്തോടു കൂടി ജീവിക്കാനെല്ലാമുള്ള അവസരമൊരുക്കുക. SJC ബഹുമാനപ്പെട്ട SJC സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശതാബ്ദിയുടെ ഈ നിറവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മംഗളങ്ങൾ കൂടി നടന്നുകൊണ്ട് ഞാൻ ഡെയിലി വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.